വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാർ പൊതുവേ നല്ല ഗോൾ ഓറിയൻറ്റഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് ലക്ഷ്യം വെച്ചാൽ അത് നേടാതെ നിങ്ങൾ എന്തായാലും വിടില്ല. സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉള്ളവരാണ്. കുറച്ച് അംബിറ്റിയസ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. വലിയ നിലയിൽ എത്തണമെന്ന സ്ട്രോങ് ഡിസയർ ഉണ്ട്. പവർ, സ്റ്റാറ്റസ്, ഇതൊക്കെ നല്ല ആഗ്രഹമുള്ളവരാണ്. പുറത്തേക്ക് കാമാണ്, പക്ഷെ ഉള്ളിൽ വളരെ സ്ട്രോങ് ഫയർ ഉള്ളവർ തന്നെയാണ്. നല്ല ക്ഷമ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. കോമ്പറ്റേറ്റീവ് നേച്ചറാണ്. മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം എന്നൊരു വിചാരം നന്നായിട്ടുണ്ട്. കമ്പാരിസൺ മൈൻഡ് സെറ്റ് ഉണ്ടാകും. എപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അത്ര നല്ല കാര്യമല്ല. കാരണം അതിന് റിസൾട്ട് ഡിപ്രഷൻ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഫോക്കസ്ഡ് കമ്മിയാവാനും സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. സ്നേഹിച്ചാൽ ഡീപ്പ് അറ്റാച്ച്മെൻ്റ് ആണ്. ബിട്രയൽ ഒരിക്കലും നിങ്ങൾ സഹിക്കില്ല. വേണമെച്ചാൽ തല്ലിക്കൊന്നു തന്നെ വരും. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ മണി, പ്രോപ്പർട്ടി, അസറ്റ് ബിൽഡ് ചെയ്യാനുള്ള ചിന്തയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. ലോങ് ടേം പ്ലാനിങ് നല്ല സ്ട്രോങ് ആണ്. ഡ്യുവൽ നേച്ചറാണ്. ചിലപ്പോൾ ഭയങ്കര ഭക്തിയായിരിക്കും, ചിലപ്പോൾ ഭയങ്കര നിരീശ്വരവാദിയായിരിക്കും, മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും വിചാരിച്ച റിസൾട്ടൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല. പ്രമോഷൻ, ഗ്രോത്ത്, അതൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഫ്രസ്ട്രേഷൻ ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ടെൻഷൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. വലിയ എക്സ്പെൻസ് എന്തായാലും ഉണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിൽ ഈഗോ, മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഉണ്ടാവും. പാർട്ട്ണറുടെ സപ്പോർട്ട് കുറവെന്ന് തോന്നിയിട്ടുണ്ടാവാം. മൊത്തത്തിൽ പ്രഷറായിരുന്നു. എൻ്റെ ടൈം എപ്പോൾ വരും എന്നൊരു തോട്ടൊക്കെ നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ ഉണ്ടായിട്ടുണ്ടാവാം. മാർച്ച് മാസത്തിൽ അങ്ങനെയല്ല. മാർച്ച് ആദ്യത്തെ 15 ദിവസം ഇതുപോലൊക്കെ തന്നെ വർക്ക് ലോഡ് കൂടുതൽ തന്നെയാണ്. റെസ്പോൺസിബിലിറ്റിയും കൂടും. പെർഫോമൻസ് എന്തായാലും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്പേസ് തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് മായമൊക്കെ എന്തായാലും വരും. പ്രമോഷൻ, റോൾ ചേഞ്ച് എന്തായാലും നന്നായിട്ട് പോസിബിളായി കാണുന്നുണ്ട്. ജോബ് ചേഞ്ച് ശ്രമിക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തന്നെ കാണുന്നുണ്ട്. ജോബ് ചേഞ്ച് നോക്കാം, പക്ഷേ റെസിഗ്നേഷൻ എഴുതരുത്. എന്തെങ്കിലും ഒരു മേജർ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ മാർച്ച് 18 ശേഷം മാത്രം എടുക്കുക. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാന് ചെയ്തോളൂ. അതെന്തായാലും നല്ലതിന് തന്നെ വരുള്ളൂ. പുതിയ ക്ലയൻസ് എന്തായാലും വരും. കോൺട്രാക്റ്റ് എല്ലാം ഈ മാസം അവസാനം വരുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മാത്രമാണ് അതുള്ളത്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്തായാലും നല്ല എക്സ്പെൻസ് ഉണ്ടാവും. അതെന്തായാലും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. മാർച്ച് 20 ശേഷം ഇൻകം എന്തായാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പെൻഡിങ് മണി എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ തന്നെ കടം കൊടുത്ത് ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്. അസറ്റ്, പ്രോപ്പർട്ടി പ്ലാനിങ്, ഇതൊക്കെ നല്ല പോസിബിളായിട്ട് കാണുന്നുണ്ട്. വലിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർച്ച് 25 ശേഷം മാത്രം മതി. റിലേഷൻഷിപ്പിൽ ഈഗോ ക്ലാഷ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇമോഷണലി ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. സെക്കൻഡ് ഹാഫിൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇമ്പ്രൂവ് എന്തായാലും ഉണ്ടാവും. ബോണ്ടിങ്ങും സ്ട്രോങ് ആയിരിക്കും. സിംഗിൾസ് ആണെങ്കിൽ സീരിയസ് റിലേഷൻഷിപ്പ്, മാരേജ് പ്രപ്പോസൽ ചാൻസ് ഒക്കെ നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. ഫാമിലി ലൈഫ് ഉള്ളവർക്ക് റെസ്പോൺസിബിലിറ്റി എന്തായാലും കൂടും. മാസം അവസാനം എന്തായാലും ഒരു പുതിയ ന്യൂസ്, ഫംഗ്ഷൻ്റെ ചാൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഹെൽത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്, BP ഇഷ്യൂ, ഇതൊക്കെ കാണുന്നുണ്ട്. സ്ലീപ്പിലും നല്ല ഡിസ്റ്റർബൻസ് തന്നെയുണ്ട്. 8 മണിക്കൂറോ അതിൽ കൂടുതലോ ഉറങ്ങാൻ എപ്പോഴും ശ്രമിക്കുക. റെഗുലറായിട്ട് ഒരു റുട്ടീന് നിങ്ങൾക്ക് ആവശ്യം തന്നെയാണ്.